ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നുമോളെ, ഒന്ന് ഇവരോട് പറ, അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറ മോളെ, പറ. നിങ്ങളെ ചെയ്യൂ. ശ്രീ, എന്ത് ദുഷ്ടത്തരം ചെയ്യാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതെനിക്ക് അറിയൂ, എനിക്ക് മാത്രം. ശ്രീലക്ഷ്മി, ഭാര്യ എന്ത് പറഞ്ഞാലും അതിന് സ്തുതി പാടാൻ ഒരു ഭർത്താവും. ശ്രീലക്ഷ്മി, നീ എന്താ പറയുന്നത്? നീ അറിയുന്നുണ്ടോ? ശ്രീ, രാധം ഇങ്ങനെ പഴിചാരല്ലേ? പഴിചോരും. എന്റെ കുഞ്ഞിനെയോ ഇവര് വയറാക്കി തീർക്കാൻ കൊന്നു കളഞ്ഞത്. മരുമകൾക്ക് കുഞ്ഞില്ലല്ലോ, എന്നാ മകൾക്ക് വേണ്ടത് അങ്ങ് കരുതി കാണും. രാധമ്മ, കരയാതെ രാധമ്മ. അതെ, ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതിനെ ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി വന്ന വഴി അവിചാരിതമായി കേട്ടതാ. എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ചൊരു പ്രശ്നം പാടില്ല. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോണം. പൊന്നുമോളെ, നിങ്ങളെ മൂന്നുപേരെ പെറ്റു വളർത്തിയ അമ്മയാ ഞാൻ. ഈ അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല മോളെ. നിങ്ങൾ എന്താ പറഞ്ഞ? 3 മക്കളെ പെറ്റു വളർത്തിയെന്നോ? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടാവും 3 പേരെ, പക്ഷെ വളർത്തിയത് ഒരാളെ മാത്രം, ഈ നിൽക്കുന്ന രാജുവിനെ. പെൺകുഞ്ഞുങ്ങളെ അത്രയ്ക്ക് പൊച്ചും വെറുപ്പായിരുന്നെങ്കിലേ പ്രസവിച്ചപ്പോഴേ അങ്ങ് കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ മോളെ? വിളിക്കരുത് എന്നെ. എനിക്കിങ്ങനൊരു അമ്മയില്ല, നിങ്ങളെന്റെ അമ്മയുമല്ല. അമ്മേ, ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവരാരും അത് വിശ്വസിക്കില്ല. നമ്മള് സഹിച്ചേ പറ്റൂ. ഇങ്ങനെ അമ്മമാരുണ്ടോ? അമ്മമാർക്ക് തന്നെ ശാപമാ സാറേ ഇവളെ പോലെയുള്ളവര്. കേട്ടിടത്തോളം ഇതൊരു ക്രൂരമായ കൊലപാതകമാണ്. എനിക്ക് കേസ് എടുത്തേ പറ്റൂ. കുട്ടിയുടെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. എന്താ പരാതി തരാൻ വല്ല മടിയുണ്ടോ? ഒരു മടിയില്ല. എന്റെ കുഞ്ഞിനെ കൊന്നവരെ ശിക്ഷിച്ചേ പറ്റൂ. പരാതി എഴുതാൻ എനിക്കൊരു പേപ്പറും പേനയും തന്നാ മതി. അടിയിൽ സൈൻ ചെയ്ത് തന്നാ മതി, ബാക്കി ഞങ്ങൾ എഴുതിക്കോളാം. ഇനി വേണ്ടത് ഞാൻ ചെയ്തോളാം.